മലയാള സിനിമാ മേഖലയെ അടിമുടി കുലുക്കിയ ഒരു വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അല്ലെങ്കിലും കാലന് വഴി തെറ്റില്ലടാ, അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില വിശദ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി മലയാള സിനിമയുടെ പ്രതിച്ഛായ തന്നെ തകരുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ടെ. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നീ എന്നോട് അനുവാദം ചോദിക്കുന്നു? ശരിക്കും എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? എന്തിനാണ് കേരള സർക്കാർ ഇങ്ങനെ ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത്? അത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല. അത് സർക്കാർ ലെവലിൽ നടക്കുന്ന സർക്കാർ നിയോഗിച്ചൊരു കമ്മീഷനാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. അത് പബ്ലിഷ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സർക്കാരാണ്. നമുക്ക് അമ്മയ്ക്ക് അതിനകത്ത് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല. വർഷം 2017 നടി ആക്രമിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാളത്തിലെ പ്രമുഖ നടനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനല്ല. കോടതി പ്രത്യേകിച്ച് ആരെയും ഇതുവരെ ശിക്ഷിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രത്യേകിച്ച് പറഞ്ഞ നടി ആക്രമിക്കപ്പെട്ട ആ കേസോടുകൂടി ഇവർക്ക് കൊടുക്കാവുന്ന എല്ലാ ലീനിയൻസിയും കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇവരെ അങ്ങനെ സ്വച്ഛന്തം വിവരിക്കാൻ വിടാൻ പറ്റത്തില്ല. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സാംസ്കാരിക രംഗം നമുക്ക് വേണ്ട. ഇതാണ് പൊതുസമൂഹം പറയേണ്ടത്. ഇതിന് മുൻകൈ എടുക്കേണ്ടിയിരുന്ന ഇടതുപക്ഷ സർക്കാർ, അന്ന് പ്രതീക്ഷ നൽകിയ ഹേമ കമ്മിറ്റിയെ നിയമിച്ച ഇടതുപക്ഷ സർക്കാർ. പക്ഷേ ഈ പവർ ഹൈറാർക്കിയുടെ മുന്നിൽ തല കുമ്പിട്ട് നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇത് നടക്കാത്തത്.